ഈയിടെയാണ് റീസെന്റ് ആയിട്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തത്. അപ്പം ആ സമയത്ത് ഒരു വികാരം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ടഫ് ടു ബി ഓണസ്റ്റ്. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു സ്റ്റേജിൽ കളിക്കണം, അവിടെ നന്നായി ചെയ്യണം ഒക്കെ ആയിരുന്നു നമ്മളെ ആഗ്രഹങ്ങൾ. ബട്ട് ഒബ്വിയസ്ലി ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ആർ നോട്ട് ഇൻ യുവർ കൺട്രോൾ. നമ്മൾ when I was out of the team, ഞാൻ യുടെ ടോപ്പ് 3 ഉണ്ടായിരുന്നു ODI T20യിലും. സോ വാട്ട് എവർ ഹാപ്പൺ എന്നോട് പറഞ്ഞു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ വിൽ കോൾ യു ബാക്ക്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പോയി അവിടുത്തെ ബെസ്റ്റ് ടൂർണമെന്റിൽ, അതായത് പ്രീമിയം ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ 170 ആവറേജിൽ ടോപ്പ് സ്കോർ ആയിട്ടുണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ ഓൾ ദോസ് തിങ്സ് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ കോൾ ബാക്ക്. So I thought, okay, we did what is in our hands. Selection namala kaiyilla. I thought it's always good to move ahead and see what you can have in the future. I was part of Mumbai MI Emirates team in IL T20 development tournament. Okay. So opportunities are there. Never know, couple of teams have already approached me for playing KCL also. Let's see how it goes. Inshallah. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനിയുള്ള ഈ കേരള ക്രിക്കറ്റ് ലീഗ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. Hopefully, I'm also excited. Really, it is doing really well. It's also will be honored to be part of such a good league, and coming back to the roots of Kerala cricket, do something special also. ആരായിരുന്നു ഇഷ്ട ക്രിക്കറ്റർ? ആരാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്ന? എവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ആരെ കണ്ടിട്ടാണ്? ഇപ്പൊ നമ്മളൊക്കെ സച്ചിനെ കണ്ടിട്ട് അതാണ് നമ്മുടെ ഡ്രീം, അല്ലെങ്കിൽ സച്ചിനെ കണ്ടിട്ടാണ് കളിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ആരാണ് ക്രിക്കറ്റിലെ ഒരു ഐഡൽ എന്ന് പറയുമ്പോൾ? പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി കളി സ്റ്റാർട്ട് ചെയ്ത് ലെഗ് സ്പിന്നർ ആയിട്ടായിരുന്നു. ഷെയ്ൻ വോൺ ആയിരുന്നു എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ. പിന്നെ സച്ചിനെ ഫോളോ ചെയ്യായിരുന്നു ക്ലോസ്ലി. ഹീസ് ആൻ ഇൻസ്പിറേഷൻ. ആൻഡ് സച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സൂൺ എക്സൈറ്റിംഗ് അനൗൺസ്മെന്റ് ഈസ് ഓൾസോ കമ്മിങ്. ഹീസ് ഓൾസോ സ്റ്റാർട്ടിങ് എ ന്യൂ ബ്രാൻഡ് ഇൻ UAE, in India first, and also launch in UAE. So we're lucky enough to be a brand ambassador of that wonderful brand. So exciting news will be there soon. And again, coming generation, പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി is the player which we all look up to. പുള്ളിയുടെ വർക്ക് എത്തിക്കും, പുള്ളിയുടെ സ്കിൽസും, how he carried himself and the team forward. So he is definitely an inspiration for everyone. ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? വിരാട് കോഹ്ലിനെ എന്തായാലും വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ രോഹിത് ശർമ്മയായിട്ട് ക്ലോസ്ലി ഉണ്ടായിരുന്നു. നമ്മളെ ക്യാപ്റ്റൻസ് ഫോട്ടോഷൂട്ടില് നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. വാസ് എ ഗുഡ് സെൽഫി വിച്ച് ആക്ച്വലി വെന്റ് വൈറൽ. രോഹിത് ശർമ്മയുടെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഗുഡ് ഇന്ററാക്ഷൻസ്.